അധികം ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്ന ഒരു പുതിയ മതമാണ് ഇസ്ലാം എന്നാണ്. മുഹമ്മദ് നബിയാണ് ഈ മതത്തിന്റെ സ്ഥാപകനെന്നും ഇവർ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഇസ്ലാം ആദ്യകാലം മുതൽക്കേയുള്ളതാണ്. ഭൂമിയിൽ മനുഷ്യൻ കാലുകുത്തിയത് മുതൽക്കേയുള്ളതാണ്. മുഹമ്മദ് നബി ഈ മതത്തിന്റെ സ്ഥാപകനല്ല, മറിച്ച് ദൈവം തമ്പുരാനയച്ച അവസാനത്തെ ദൂതനാണ് അദ്ദേഹം. ആദ്യമായി ഈ രണ്ട് വലിയ മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിന്ദുമതത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: ശ്രുതികളും സ്മൃതികളും. ശ്രുതി എന്ന സംസ്കൃത പദത്തിനർത്ഥം ശ്രവിച്ചത്, മനസ്സിലാക്കിയത്, വെളിപ്പെട്ടത് എന്നൊക്കെയാണ്. ശ്രുതികളെ ദൈവവചനങ്ങളായാണ് കണക്കാക്കുന്നത്. അവ സ്മൃതികളേക്കാൾ വിശുദ്ധമാണ്. ശ്രുതികളെ വീണ്ടും വേദങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. വിദ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വേദം ഉണ്ടാകുന്നത്. അതർത്ഥമാക്കുന്നത് മഹത്വമുള്ള വിജ്ഞാനം എന്നാണ്. അടിസ്ഥാനപരമായി 4 വേദങ്ങളാണുള്ളത്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. എന്നാൽ വേദങ്ങൾ എത്ര പഴക്കമുണ്ട് എന്ന കാര്യത്തിൽ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. ആര്യസമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ അഭിപ്രായപ്രകാരം വേദങ്ങൾക്ക് 1310 ദശലക്ഷം വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ്. എന്നാൽ ഭൂരിപക്ഷം ഹിന്ദു പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ വേദങ്ങൾക്ക് 4000 വർഷങ്ങളുടെ പഴക്കമേ ഉള്ളൂ. വേദങ്ങൾ എങ്ങനെയാണ് ആദ്യമായി നിലവിൽ വന്നത് എന്ന കാര്യത്തിലും ഭിന്നാഭിപ്രായമുണ്ട്. ആദ്യമായി ഏത് ഋഷി സ്വീകരിച്ച വ്യക്തിയെയും സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുമ്പോഴും ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ആധികാരികമായിട്ടുള്ളത് വേദങ്ങളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. വേദങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ മറ്റേത് ഗ്രന്ഥത്തിൽ കണ്ടാലും അത് സ്വീകരിക്കുവാൻ നാം ബാധ്യസ്ഥരല്ല. ആധികാരികതയുടെ വിഷയത്തിൽ വേദങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉപനിഷത്തുക്കളാണ്. ഇതാണ് ഉപനിഷത്തുക്കൾ. ഉപ സമീപത്ത്, നി താഴെ, ഷത് ഇരിക്കുക എന്നീ സംസ്കൃത പദങ്ങളിൽ നിന്നാണ് ഉപനിഷത്ത് എന്ന പദത്തിന്റെ ഉൽപ്പത്തി. സമീപത്ത് ഇരിക്കുക എന്നർത്ഥം. ഗുരുവിന് സമീപത്ത് ജ്ഞാനസമ്പാദനത്തിനായി ഇരുന്നവരെയാണ് ഉപനിഷത്ത് എന്ന പദം കുറിക്കുന്നത്. അജ്ഞതയെ തുടച്ചു നീക്കുന്ന അറിവ് എന്ന അർത്ഥത്തിലും ആ പദം ഉപയോഗിക്കപ്പെടാറുണ്ട്. 200-ലധികം ഉപനിഷത്തുക്കൾ ഉണ്ടെങ്കിലും ഭാരതീയ സംസ്കാരം 108 എണ്ണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആളുകൾ വിവിധ ഉപനിഷത്തുക്കൾ ശേഖരിച്ച ശേഷം സമാഹരിച്ചു പുറത്തിറക്കിയ ഗ്രന്ഥങ്ങളുണ്ട്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 18 ഉപനിഷത്തുകൾ പ്രിൻസിപ്പിൾ ഉപനിഷത്തുക്കൾ എന്ന പേരിൽ സമാഹരിച്ചിട്ടുണ്ട്. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ ഇനിയുള്ളത് സ്മൃതികളാണ്. സ്മൃതി എന്ന പദത്തിന് ഓർമ്മിക്കുക, ഓർമ്മ എന്നൊക്കെയാണ് അർത്ഥം. ശ്രുതിയുടെ അത്ര പ്രാമാണികത സ്മൃതിക്കില്ല. സ്മൃതികളിൽ ദൈവവചനങ്ങളല്ല ഉള്ളത്, മനുഷ്യരാലും സന്യാസിമാരാലും വിരചിതമായവയാണ് അവ. പ്രപഞ്ച സ്രഷ്ടാവിനെ സംബന്ധിച്ച വിവരങ്ങളും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പാലിക്കേണ്ട നിയമങ്ങളുമാണ് അവയുടെ പ്രതിപാദ്യം. ധർമ്മശാസ്ത്രങ്ങൾ എന്നും അവ അറിയപ്പെടുന്നു. വ്യത്യസ്ത തരം സ്മൃതികളുണ്ട്. പുരാണങ്ങൾ അവയിലൊന്നാണ്. പുരാണ എന്നാൽ പഴയത്, പുരാതനം എന്നാണ് അർത്ഥം. വ്യാസമഹർഷി പുരാണങ്ങളെ 18 ഭാഗങ്ങളായി ക്രോഡീകരിച്ചിട്ടുണ്ട്. അവയിലൊന്നായ ഭവിഷ്യപുരാണമാണിത്. ഇനിയുള്ളത് ഇതിഹാസങ്ങളാണ്. 2 ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത്: രാമായണവും മഹാഭാരതവും. ഭൂരിപക്ഷം ഇന്ത്യക്കാർക്കും അറിയാവുന്നതുപോലെ ശ്രീരാമന്റെ കഥയാണ് രാമായണത്തിലുള്ളത്. മഹാഭാരതം പാണ്ഡവരും കൌരവരും തമ്മിൽ നടന്ന സംഘട്ടനങ്ങളുടെയും ശ്രീകൃഷ്ണന്റെയും കഥയാണ്. ഭഗവത്ഗീതയും പ്രധാനപ്പെട്ട ഒരു ഹിന്ദുമത ഗ്രന്ഥമാണ്. ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ തന്നെ ഒരു ഭാഗമാണ്. ഭീഷ്മപർവത്തിലെ 18 അധ്യായങ്ങളാണ് അതിന്റെ ഉള്ളടക്കം. അടർക്കളത്തിൽ വെച്ച് അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണ് ഗീതയിലുള്ളത്. ഹിന്ദുമതഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ജനകീയതയുള്ളതും ഏറ്റവുമധികം വായിക്കപ്പെടുന്നതും ഗീതയാണ്. ഇവയ്ക്കൊക്കെ പുറമെ മനുസ്മൃതിയെപ്പോലുള്ള ഗ്രന്ഥങ്ങളുമുണ്ട്. ഇത്രയുമാണ് ഹിന്ദുമതഗ്രന്ഥങ്ങളെക്കുറിച്ച് സാമാന്യമായി പറയാനുള്ളത്.
എന്നാൽ ഇവയുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും വിശുദ്ധവും ഏറ്റവും ആധികാരികവുമായിട്ടുള്ളത് വേദങ്ങൾ തന്നെയാണ്. വേദങ്ങളും ഇതര ഗ്രന്ഥങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടായാൽ വേദങ്ങളെയാണ് നാം പിന്തുടരേണ്ടത്. ഇനി ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഇസ്ലാമിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പ്രഥമ സ്ഥാനമുള്ളത് വിശുദ്ധ ഖുർആനാണ്. ദൈവദൂതന്മാരിൽ അന്തിമനായ മുഹമ്മദ് നബിയിലൂടെ സർവശക്തനായ അള്ളാഹു അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമാണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ അതിന്റെ 13-ാം അധ്യായം 38-ാം വചനത്തിൽ പറയുന്നത്, ഓരോ കാലാവധിക്കും ഓരോ ഗ്രന്ഥമുണ്ട് എന്നാണ്. ഭൂമുഖത്തേക്ക് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച നിരവധി വേദഗ്രന്ഥങ്ങളുണ്ട്. അവയിൽ 4 എണ്ണത്തിന്റെ പേര് ഖുർആൻ പരാമർശിക്കുന്നു: തൗറാത്ത്, സബൂർ, ഇൻജീൽ, ഖുർആൻ. ഇവയ്ക്ക് പുറമെ ധാരാളം വേദഗ്രന്ഥങ്ങളുമുണ്ട്, ഇബ്രാഹിം നബിയുടെ 7 പോലുള്ളവ. എന്നാൽ ഖുർആനിന് മുമ്പ് കടന്നുവന്ന ഈ ഗ്രന്ഥങ്ങളും വെളിപാടുകളുമൊക്കെ പ്രത്യേക ജനവിഭാഗങ്ങളെ മാത്രമാണ് ലക്ഷ്യമാക്കിയിരുന്നത്. അവ പ്രദാനം ചെയ്യുന്ന സന്ദേശങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം പിന്തുടരപ്പെടാൻ വേണ്ടിയുള്ളവയായിരുന്നു. പക്ഷേ വിശുദ്ധ ഖുർആൻ അന്തിമ വേദഗ്രന്ഥമായതുകൊണ്ട് അത് അവതരിക്കപ്പെട്ടിരിക്കുന്നത് മുസ്ലിംകളിലേക്ക് മാത്രമോ അറബികളിലേക്ക് മാത്രമോ ആയിട്ടല്ല, മറിച്ച് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയായിട്ടാണ്. ഖുർആനിലെ 14-ാം അധ്യായം ഇബ്രാഹിം വചനം 1 അല്ലാഹു പറയുന്നു, നബിയെ, നിനക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാകുന്നു. മുസ്ലിംകൾക്കും അറബികൾക്കും മാത്രമായല്ല, മറിച്ച് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ്. ഇതേ ആശയം ഖുർആൻ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന പ്രഖ്യാപനം ഖുർആനിൽ പലയിടങ്ങളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അധ്യായം 14 52-ാം സൂക്തം, അധ്യായം 2 185-ാം സൂക്തം, അധ്യായം 39 41-ാം സൂക്തം. ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. ഖുർആൻ മുഴുവൻ മനുഷ്യരിലേക്കുമാണ് ഇറക്കപ്പെട്ടത്. ഇസ്ലാമിലെ അടുത്ത പ്രമാണം സ്വഹീഹായ ഹദീസുകളാണ്. ആധികാരികതയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന പ്രവാചക വചനങ്ങളും നടപടിക്രമങ്ങളുമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് സ്വഹീഹുൽ ബുഖാരി, അതുപോലെ സ്വഹീഹ് മുസ്ലിം. ഹദീസുകൾ ഖുർആനിന്റെ വിശദീകരണമായാണ് നിലകൊള്ളുന്നത്. സ്വഹീഹായ ഹദീസുകളുടെ വിശദീകരണങ്ങൾ ഖുർആനിക ആശയങ്ങൾക്ക് പൂരകമായി വർത്തിക്കുന്നു. ഹദീസുകൾ ഒരിക്കലും ഖുർആനിന് വിരുദ്ധമാവുകയില്ല. ഈ 2 മഹത്തായ മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. ഹൈന്ദവത, ഇസ്ലാം, വിശ്വാസങ്ങളുടെ താരതമ്യം, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്നതാണല്ലോ വിഷയം.